ഹലോ എവരിവൺ, നമ്മുടെ സ്വന്തം തിരുവല്ലയിലെ മഞ്ഞാടിയിലെ ഒരു 10 സെന്റ് സ്ഥലം, അതിനകത്ത് ഒരു 2 നില വീട്, 2700 സ്ക്വയർ ഫീറ്റിൽ 2 നില വീട്, 2018 പ്രളയം പോലും കയറാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. തിരുവല്ല പത്തനംതിട്ട റോഡിലെ മഞ്ഞാടി ജംഗ്ഷനിൽ നിന്നും വെറും 30 മീറ്റർ അകത്തോട്ട് മാറിയിട്ടാണ് ഈ ഒരു വില്ല പ്രോപ്പർട്ടി ഉള്ളത്. നമ്മൾ നേരെ ചെന്ന് കയറുന്ന വീടിന്റെ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് നേരെ ഇടത്തോട്ട് തിരിഞ്ഞാൽ വീടിന്റെ വിശാലമായിട്ടൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ, ഒരു കാർ പോർച്ച് കാണാം. അത് വളരെ വിശാലമായ ഒരു കാർ പോർച്ച് തന്നെയാണ്. അതിനോട് ചേർന്ന് തന്നെ അഡീഷണൽ ആയിട്ടൊരു പോർച്ചും അവർ പണിതിട്ടുണ്ട്. അതൊരു വലിയ കാർ പോർച്ചാണ്, വലിയ വണ്ടി ഇടാൻ വേണ്ടിയിട്ടുള്ള കാർ പോർച്ചാണ്. അങ്ങനെ ആ ഒരു പോർച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു ഫോർമൽ ലിവിങ് ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. അത്യാവശ്യം വിശാലമായിട്ട് തന്നെ ഒരു ഫോർമൽ ലിവിങ് ഏരിയ തന്നെയാണ്. അവിടെ സോഫയും സിറ്റീസും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഉണ്ട്. വളരെ സ്പേഷ്യസ് ആണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. ആ കിച്ചണിലേക്കുള്ളൊരു പാസേജാണ് നമ്മളിപ്പം കാണുന്നത്. ആ പാസേജിലൂടെ നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ കിച്ചൺ ഏരിയയിലേക്കാണ്. അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ഒരു നൂതനമായൊരു കിച്ചൺ ഏരിയ തന്നെയാണ് നമ്മുടെ ഈ വീടിൻ്റെ പ്രധാന കിച്ചൺ ഏരിയ എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു കിച്ചൺ ഏരിയയിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു കിച്ചൺ ഏരിയയോട് ചേർന്ന് തന്നെ വളരെ വിശാലമായൊരു സ്റ്റോറേജ് ഏരിയയുമുണ്ട്. അതും നമ്മുടെ വാതിൽ പോലും ഗ്രില്ലിട്ട് മൊസ്കിറ്റോ നെറ്റടിച്ച് വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു വാതിലാണത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വാഷിംഗ് ഏരിയ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല സ്പേഷ്യസ് ആണ്, നല്ല സ്പേസും ഇവിടെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ വീണ്ടും നമ്മുടെ വീടിൻ്റെ പ്രധാന ലിവിങ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലേക്ക്, ഹാളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ വന്ന് ഈ കാണുന്നതാണ് വീടിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഹാളെന്ന് പറയുന്നത്. ഇതിൽ ഡൈനിങ് ഏരിയ ഉണ്ട്, ലിവിങ് ഏരിയ ഉണ്ട്, ഫാമിലി. അപ്പോൾ നമുക്ക് നേരെ ആ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോൾ നേരെ കാണുന്നതാണ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ആ ഡൈനിങ് ഏരിയയിൽ നമ്മൾ നേരെ വലത്തോട്ട് തിരിയുമ്പോഴത്തേക്ക് ആദ്യം കാണുന്നതാണ് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. ഈ വളരെ വിശാലമായ വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതിലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ഹോട്ടലിൽ ചെന്നൊരു പ്രതീതിയാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. അതുപോലെ വളരെ വിശാലമായൊരു ഏരിയയാണ്. AC ഉൾപ്പെടെ എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ആ മുറിയിലുണ്ട്. അവിടെ നമ്മൾ ആ വിശാലമായൊരു ബാത്റൂം ഏരിയയിലേക്ക് കടക്കുകയാണ്. യൂറോപ്യൻ സ്റ്റൈലിലെ ക്ലോസറ്റും സെപ്പറേറ്റ് ബാത്ത് ഏരിയയും എല്ലാം ഉള്ളൊരു സൂപ്പർ ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ബാത്റൂമിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും നമ്മുടെ ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് ആ ഒരു ബെഡ്റൂമിലുണ്ട്. അങ്ങനെ ബെഡ്റൂമിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ വീണ്ടും നമ്മുടെ ഒരു ലിവിങ് ഏരിയയിലേക്ക് വന്ന് ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും. അങ്ങനെ അവിടെ നിന്ന് വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കുകയാണ്. നമുക്ക് താഴത്തെ നിലയിൽ മൊത്തം 2 ബെഡ്റൂമാണുള്ളത്. അങ്ങനെ നമ്മൾ നേരെ ആ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് വളരെ വിശാലമായൊരു ബെഡ്റൂമാണ്. ഇതിലും AC-യും എന്ന് വേണ്ട എല്ലാ സംവിധാനങ്ങളോടും കൂടിയൊരു വലിയ ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കടക്കുകയാണ്. അതും വളരെ വിശാലമായൊരു വലിയൊരു ബാത്റൂം തന്നെയാണ്. അതിലും സെപ്പറേഷനോട് കൂടിയൊരു ബാത്ത് ഏരിയയും യൂറോപ്യൻ ക്ലോസറ്റും എല്ലാ സംവിധാനങ്ങളും ഉള്ളൊരു നല്ല ബാത്റൂമാണ്. അങ്ങനെ ആ ഒരു ബാത്റൂമിലെ കാഴ്ചകളാണ്. നമ്മൾ വീണ്ടും ലിവിങ് ഏരിയയിലേക്ക് വന്നു. അവിടുന്ന് നമ്മൾ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് കടക്കുകയാണ്. വളരെ വിശാലമായ വലിയൊരു സ്റ്റെയർ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ആ സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോഴാണ് വീടിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ മനോഹരമായ 2 ബെഡ്റൂമുകളുണ്ട്. കൂടാതെ 2 ഓപ്പൺ ടെറസുമുണ്ട്. 2 ഏരിയയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഓപ്പൺ ടെറസുമുണ്ട്. അതും ഗ്രില്ലൊക്കെ ഇട്ട് വളരെ സേഫായ ഏരിയയാണ്. അങ്ങനെ നമ്മൾ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് കടക്കുകയാണ്. വളരെ വിശാലമായ ബെഡ്റൂമാണ്. അവിടെ നോക്കുമ്പോൾ നമുക്കൊരു ഓപ്പൺ ടെറസ് കാണാം. അങ്ങനെ ആ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതും വളരെ വിശാലമായൊരു വലിയ ബാത്റൂം തന്നെയാണ്. ഈ വീടിൻ്റെ 4 മുറികളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ എല്ലാം നല്ല വലിയ റൂമുകൾ തന്നെയാണ്. ബാത്റൂമുകളും അതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആണ്. യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ മുറികളിലും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ രണ്ടാം നിലയിൽ ആദ്യത്തെ ഗ്രില്ല് തുറന്ന് നമ്മളെ വീടിൻ്റെ ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങുകയാണ്.
ഈ വീടിൻ്റെ ടോപ്പ് അതായത് ഫുള്ളി റൂഫ് ചെയ്തൊരു വീട് തന്നെയാണ്. അങ്ങനെ നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാം നിലയിൽ ടെറസിൻ്റെ മുകളിലേക്ക് കടക്കാവുന്നതാണ്. അവിടെ ഒരു കോമേണി ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് നേരെ സ്റ്റെയറിലൂടെ നമുക്ക് വീടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ഒന്ന് കയറി നോക്കാം. അങ്ങനെ നമ്മൾ നേരെ വീടിൻ്റെ ടെറസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വിശാലമായിട്ടൊരു ഓപ്പൺ ടെറസ് തന്നെയാണ്. ഈ 2700 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ 2 നില വീടിന് നമ്മൾ ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് 1,50,00,000 വില നെഗോഷ്യബിൾ ആണ്. കൂടാതെ നമുക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വിലയെന്ന് പറയുന്നത് 1,50,00,000. തിരുവല്ലയിൽ തന്നെ വളരെ പോഷായിട്ടൊരു ഏരിയയാണ്. മഞ്ഞാടി ജംഗ്ഷനിൽ നിന്നും വെറും 30 മീറ്റർ അകത്തോട്ട് മാറിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂള്, കോളേജ്, സൂപ്പർ മാർക്കറ്റുകളെ, ഹൈപ്പർ മാർക്കറ്റുകളെ, സിനിമാ തിയേറ്ററുകളെ, റെയിൽവേ സ്റ്റേഷന്, ബസ് സ്റ്റേഷന് എന്നുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വീടിൻ്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ റൂഫ് ടോപ്പിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ വീടിൻ്റെ 2ാമത്തെ നിലയിലേക്ക് നമുക്ക് പോകാം. ഇനിയും അവിടെ ഒരു മുറിയുണ്ട്, 2 ഓപ്പൺ ടെറസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ വീടിൻ്റെ 2ാം നിലയിലേക്ക് വന്നു. വീണ്ടും നമ്മൾ ആ 2ാം നിലയിലെ നമ്മൾ കയറി വന്ന ആ ഒരു സ്റ്റെയറിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. വളരെ മനോഹരമായിട്ടാണ് അവർ ആ ഒരു ഏരിയ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ 2ാം നിലയിലെ 2ാമത്തെ ഓപ്പൺ ടെറസിലേക്ക് കടക്കുകയാണ്. വളരെ വലിയ വിശാലമായൊരു മനോഹരമായ ഒരു ഏരിയ തന്നെയാണ് ആ ഒരു ഓപ്പൺ ടെറസ് എന്ന് പറയുന്നത്. ആ ഓപ്പൺ ടെറസിലൂടെ നമുക്ക് 2ാമത്തെ ബെഡ്റൂമിൻ്റെ മെയിൻ ഡോറിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന വീടിൻ്റെ പുറമേ ഉള്ളൊരു കാഴ്ചയാണ്. വളരെ മനോഹരമായ ഒരു ഏരിയയാണ്. അങ്ങനെ ഓപ്പൺ ടെറസിൽ നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ മെയിൻ വാതിലാണ്. അതും ഗ്രില്ലിട്ട് അകത്തെ മൊസ്കിറ്റോ നെറ്റൊക്കെ അടിച്ച ഒരു വാതിലാണ്. 2700 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ 2 നില വീട്ടിൽ മൊത്തം 4 ബെഡ്റൂമാണുള്ളത്. 4 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡാണ്. അതും വളരെ വിശാലമായ വലിയ ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ ബാത്റൂമുകളും വളരെ വലിയ ബാത്റൂമുകൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ ഓപ്പൺ ടെറസിലെ കാഴ്ചകളൊക്കെ നമ്മൾ വീണ്ടും നമ്മുടെ വീടിൻ്റെ 2ാമത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ ഗ്രില്ലൊക്കെ കടന്ന് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമാണ്. അതും വളരെ വലിയ വിശാലമായൊരു ബെഡ്റൂം തന്നെയാണ്. നമ്മൾ കുറച്ച് മുൻപ് കണ്ട ആ ഒരു ഓപ്പൺ ടെറസിലെ മെയിൻ ഡോറാണ് ഈ കാണുന്നത്. അതും ഗ്രില്ലോട് കൂടിയ മസ്കിറ്റോ നെറ്റോട് കൂടിയ ഒരു വാതിലാണ്. വളരെ സേഫായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും ഏകദേശം ഒരേ സ്പെക്കിലാണ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. വളരെ വിശാലമായ ഒരു കബോർഡ് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ആ ഒരു ബാത്റൂം ഏരിയയിലേക്കാണ്. അതും വളരെ മനോഹരമായ വിശാലമായ ഒരു ബാത്റൂം ഏരിയ തന്നെയാണ്. ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കും വീട് കാണുന്നതിനുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡയറക്റ്റ് സൈറ്റിൽ വരിക, വീട് കാണുക. വില നെഗോഷ്യബിളാണ്. ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് 1,50,00,000. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് നമ്മൾ ലോൺസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ മറക്കണ്ട, കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡയറക്റ്റ് വീട് കാണുക. അതേപോലെ നിങ്ങൾക്കും ഇതുപോലുള്ള സ്ഥലമോ വീടോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 2018 പ്രളയം കയറാത്തൊരു സ്ഥലമാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. തിരുവല്ല ടൗണിലെ മഞ്ഞാടി ജംഗ്ഷനിൽ നിന്നും വെറും 30 മീറ്റർ അകത്തോട്ട് മാറിയിട്ടാണ് ഈ 2700 സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു 2 നില വീട് സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ല ടൗണിൽ നിന്നും വെറും 2 കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും ഒന്നുകൂടി വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡയറക്റ്റ് സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഇനി നമുക്ക് വീടിൻ്റെ പുറമെയുള്ള കാഴ്ചകളിലേക്ക് കിടക്കാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരെ ലോറി വരുന്ന വീതിയിലുള്ള വഴിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ചുറ്റുപാട് ഒന്ന് കണ്ടു നോക്കാം. ഇത് പുറമേ ഒരു ഓപ്പൺ ഏരിയയിലുള്ളൊരു പോർച്ചാണ് കണ്ടത്. അവിടെ നമ്മൾ വീടിൻ്റെ സൈഡിലൂടെ നടന്നു പോവുകയാണ്. അത്യാവശ്യം വാഴയും കറിവേപ്പിലയും എന്ന് വേണ്ട അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു നമ്മുടെ ഏരിയയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കാണുന്നത് നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ പിന്നാമ്പുറമാണ്. അവിടെ നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ വീട്ടിൽ മൊത്തം 3 വാട്ടർ ടാങ്ക് ഉണ്ട്. അങ്ങനെ വീടിൻ്റെ ഒരു കോണിൽ നിന്നുള്ള കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ നേരെ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് നടക്കുകയാണ്. വളരെ വിശാലമായൊരു ഏരിയ തന്നെയാണ്. അങ്ങനെ വീടിൻ്റെ ചുറ്റുപാടും നമ്മളിപ്പോൾ കണ്ടു. അത്യാവശ്യം പ്ലാവും മാവും
ഓമയും കറിവേപ്പിലയും എന്നിവേണ്ട എല്ലാവിധ സസ്യലതാദികളും ആ വീട്ടിലുണ്ട്. വീടിൻ്റെ മുൻഭാഗം തറയോട് പാകിയിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു മുറ്റമാണ് വീടിന് ഉള്ളത്. ഈ വീടിന് 2 കാർ പോർച്ചിലുണ്ട്. ഒന്ന് ക്ലോസ്ഡ് ആണ്, ഒന്നൊരു ഓപ്പൺ പോർച്ചാണ്. അത് വലിയ വാഹനം ഇടാൻ വേണ്ടി അവർ ചെയ്തതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.